ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വെളുപ്പിന് തട്ടുകടയൊക്കെ അടച്ചിട്ട് അമ്മയേട്ടനും വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി നേരെ നാത്തൂൻ്റെ കാണാനായിട്ട് വന്നു. അവളിപ്പോൾ താമസിക്കുന്നത് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് ചക്കമായിട്ട് തിന്നാമെന്ന് വിചാരിച്ചത് എൻ്റെ അമ്മ രേവതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറേ ഞാൻ തന്നെയാണ് തിന്നത്. അമ്മ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഈ ചക്ക വറ്റൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. തിന്നുകൊണ്ടിരുന്നു. എല്ലാവരും നല്ല ഉറക്കമില്ല, എനിക്കും ബോറടിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇത് വെൺപാലവട്ടമാണ് കേട്ടോ. വെൺപാലവട്ടത്തെ ക്ഷേത്രമാണ് കാണുന്നത്. അതാണ് കിംസ് ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കിംസിൻ്റെ അടുത്ത് തന്നെയാണ് അവർ റൂം എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ നമ്മളെവിടെയും താമസിച്ചത് നമ്മളെ വണ്ടി തുടക്കണം കേട്ടോ. ഒരു ചെറിയൊരു റൂമും ഒരു ഹാള് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും രാവിലെ വന്നതുകൊണ്ട് നല്ല ഉറക്കമാണ് കേട്ടോ. ദിസ് ഈസ് മൈ നാത്തൂൻ. ഇത് എന്താണ് കാണിക്കുന്നത് നിങ്ങൾ? പഞ്ചറാക്കും അവനാ? ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. നല്ല ഉറക്കം. എടി മുതുക്കെ അങ്ങോട്ട് മാറടി, അവൻ്റെ ശരീരത്തിൽ എണീറ്റ് ഉറക്കത്തിന് എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. ഓ, നീ അവൻ്റെ മണ്ടേ കൂടെ മറിയല്ലേ. സനോജ് മാമനെന്ന് വെച്ചാൽ ഉയരാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്തോ നീ പിള്ളേര്. ഇതാണ് ഹാള്, കിച്ചൺ. ഒരു ചെറിയൊരു മിനി കിച്ചണാണ് കേട്ടോ. ഫ്ലാറ്റ് അല്ലേ. ഇതാണ് ഹാള്. അവർക്ക് രണ്ടുപേർക്ക് താമസിക്കാൻ ഇത് ധാരാളം. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നാണമുണ്ട് അമ്മ ഉറക്കച്ച് എണീറ്റ് വന്നിട്ട് ദോശ എവിടെ എന്ന് നോക്കി. ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ദോശ ഇട്ടതിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് തിന്നു. ഇതുണ്ടോ, കാരയ്ക്ക, ക്യാരറ്റ്, നെല്ലിക്ക, മാങ്ങ, ജാമ്പയ്ക്ക എല്ലാം ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി കളറില്ലാത്തായിരിക്കും. കണ്ണിലെന്തിനും ഇതിലെന്താ മഞ്ഞപ്പൊടി ഇല്ലേ? പല്ല് വെച്ചായിരുന്നു. എത്ര മണിക്ക്? വെളുപ്പം രാവിലെ 3 മണിക്ക്. എന്താണിത്? അതെന്തൊരു കുരിശാ? കുരിശിൽ തറച്ച് കിടത്തിയിരിക്കണം. ഇടി അമ്മക്കിപ്പോൾ സത്യം പറഞ്ഞ സമയമില്ല രേവതി ഒന്നും ഉണ്ടാക്കാൻ. നിനക്ക് അറിഞ്ഞൂടെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും. 4 കൈയുണ്ട്. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരാളെ ജോലിക്ക് നിർത്തുക എന്നുള്ളതാണ്. ഞാൻ എവളും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആകെപ്പാടെ 4 കൈയല്ലേ ഉള്ളൂ. മീൻ്റെ ഇതെല്ലാം ഉള്ളിയും തക്കാളിയും മുളകും അതെല്ലാം അരിഞ്ഞുകൊണ്ട് വെച്ച് അതാണ് വല്ലപ്പോഴും ഒരിക്കലും മോളെ കാണുന്നത്. മോളെടുത്ത് അമ്മായിയമ്മ മരുമക്കളെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കണുണ്ട്. അത് പറയില്ലേ, മെനിങ്ങാത്ത മീൻകറി ചൂടാക്കിയതും ചോറ്. അതിനെന്ത് മിക്കുള്ള ആൾക്കാർ എന്തെന്നറിയാമോ, 2-3 ദിവസത്തേക്ക് വേവിച്ചങ്ങ് ഫ്രിഡ്ജ് വെച്ചേക്കും. ചൂടാക്കിയാണ് തിന്നണ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? രാവിലെ 5 മണിക്കാണ് നമ്മൾ ഉറക്കം എണീക്കണം. കൊച്ചുങ്ങളെ വീട്ടണം. ആകെപ്പാടെ 4 കയ്യിലേ ഉള്ളൂ.
പിള്ളേരെ 3 വിടണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, തൂക്കല്, തുടയ്ക്കല്, വാരല്, പാത്രം കഴുകല്, പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ രണ്ട് സ്ത്രീകളല്ലേ ഉള്ളൂ. സുനിയാമനെങ്ങാണെ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ അറിയും. നിനക്ക് തരാൻ വേണ്ടി 1 കവർ മാങ്ങ കൊണ്ട് തന്നിരുന്നു പഴുപ്പിക്കുക. ഞാൻ അത് പഴുക്കാത്തോണ്ട് എടുത്ത് സ്ലാവിൻ്റെ അടി വെച്ചിരുന്നു. പിന്നെ അത് പുഴുത്ത്. പിന്നെ നല്ലത് നോക്കി നമ്മളെടുത്ത് നല്ല ജ്യൂസ് അടിച്ച് ഇടി. അവന് ഒരു സ്ഥലത്ത് കിടക്കാൻ സമ്മതിക്കും ഋഷികായത്തി. ഇതെന്തൊരു മെത്തേ. രേവതി നീ ഇതെടുത്ത് കാണണം കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോ കണ്ടോ, നല്ല വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. നമുക്കിത് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഋഷിക പിടിച്ചേ. തറയിടല്ലേ പൊട്ടിപ്പോവും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജാമ്പയ്ക്ക. പല നാട്ടിൽ ഇതിനെ പല പേരാണ് പറയുന്നത്. വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ, സ്പൂണില്ലല്ലോ. സ്പൂണിന് ഫോർക്കാണ്. സ്പോർക്കല്ല, ഫോർക്കാണ്. അടുത്ത ക്യാരറ്റ്. ഞാൻ ക്യാരറ്റ് ഉപ്പിലിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. കുറച്ചും കൂടെ വേണം. ഇവന്റെ പേര് ദൈനിക്കുന്നതാണ്. കുഴപ്പമില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് കാരയ്ക്ക. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് കാരയ്ക്ക. ഇതിനെയും പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. സൂപ്പർ. നെല്ലിക്ക. നെക്സ്റ്റ് നെല്ലിക്ക. സൂപ്പർ. വില്ലണ്ടായിരിക്കുന്നു. വില്ലൻ പുതുകേറി മൂക്കിടിച്ച് വരട്ടി. അവസാനം ബ്ലഡ് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു. മൂക്കിടിച്ച് വരട്ടി വില്ലൻ. യെസ്, ഇവിടെ മൂക്കിടിച്ച് വരട്ടി മൂക്കി ചോര വന്ന് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോവാൻ പോവാണ്. ഇവള് വരുന്നില്ല കേട്ടാ. ഇവിടെ മൂക്കിടിച്ച് പരത്തി ചോര വന്നോണ്ട് ഇവർക്ക് പേടി വരെ. നമ്മളെല്ലാരും കൂടെ അങ്ങനെ വെൺപാല വെട്ടത്ത് അമ്പലത്തിൽ പോകുമ്പോ ഒരിക്കൽ പോയതാണെന്ന് അനിയത്തി വന്നില്ല കേട്ടാ. എല്ലാരും കൂടെ പോവാൻ പോവേണ്. ഒരു തവണ വന്ന് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ഷേത്രം. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം. നാത്തൂൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സിനെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആകാശേണായും നമ്മുടെ ആതിര ദാസും. നിങ്ങൾ ചിലപ്പോൾ അറിയായിരിക്കും, അവർ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവരെയും കൂടെ മീറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുമെന്ന്. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളിനി അകത്ത് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്നത് നാഗരിരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം. ഞാൻ ഒരിക്കൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അനിയത്തിയും കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ നാഗരിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നെ കാണുന്നു. ഞാൻ ദർശനം പോവേണ്.
ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്പലക്കുളം, ക്ഷേത്രക്കുളം. നാഗരിരിക്കുന്ന സ്ഥലം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതിനകത്ത് വീഡിയോ അലൗഡ് ആണോന്ന് അറിയാൻ വയ്യ. ഇവിടെയാണ് നാഗരിരിക്കുന്നത്. ഒരു ഓല മേഞ്ഞ കെട്ടിടമാണ് കേട്ടോ. എല്ലാ നക്ഷത്ര വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ നാളുകാർക്കുള്ള ഓരോ വൃക്ഷങ്ങളും ഇവിടെ എഴുതി ഓരോ വൃക്ഷത്തിൻ്റെ സൈഡിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, എൻ്റെ നാള് രേവതി. ഇലിപ്പ, ഇതാണ് എൻ്റെ നാളിൻ്റെ വൃക്ഷം. ഇതാണ് അനിയത്തിയുടെ നാള് ഉത്രട്ടാതി. അങ്ങനെ ഓരോരുത്തർക്കും മകളുടെ നാള് അവിട്ടം, അങ്ങനെ ചതയം എൻ്റെ ഹസ്ബൻഡിൻ്റെ നാള്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വൃക്ഷങ്ങള്. കുറേറ്റ് കൂടിപ്പോയോ എന്നൊരു സംശയം അല്ലേ. അപ്പൊ ഇനി എന്ന് കാണാൻ പറ്റും? ഇനി അടുത്ത അല്ല, അതിന് മുന്നേ നമുക്ക് കാണാം. നമുക്ക് ഓണത്തിനാണ്. നമ്മുടെ ഇടയ്ക്ക് ട്രിവാൻഡ്രം വരുമ്പോൾ വിളിക്കാം. ഇനി നമ്മുടെ വീട്ടിലാണ് മീറ്റപ്പ്. ഓക്കെ, ഇനി നമ്മുടെ ചെലവാണ്. അതെ, നമ്മുടെ ചിലവാ. അങ്ങനെ അവർ വന്നു, അവരോട് ചായ സ്നാക്സ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.